എന്താ ചെയ്യുന്നത്? ഷൂ കഴുകയാണ്. അമ്മീന്റെ ഷൂ കഴുകയാണ്. കഴുകി തരുമോ? കഴുകി തരൂ. നല്ല കുട്ടിയാണ്. 3 ദിവസത്തെ അടുപ്പിച്ചിട്ടുള്ള മഴ കഴിഞ്ഞതിന് ശേഷം ഞാനും ആമിക്കുട്ടി ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. ആകെ കച്ചറായിട്ട് കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ എൻ്റെ പോപ്പിച്ചെടി ഒന്നും കാണാനില്ല. ആകെ കുറ്റി മാത്രം നിൽക്കുന്നുണ്ട്. ഇതെന്താ ഇപ്പോൾ കഥ വെച്ചിട്ട് അതുമ്പോൾ കുറേ നേരം നോക്കി നിന്നു. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇത് എന്ത് പറ്റിയെന്നുള്ളത്. എന്താണെങ്കിലും ഒരു പുഴു കയറിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഇലകളൊക്കെ തിന്ന് പോയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയപ്പോൾ ആമിക്കുട്ടി അങ്ങ് തകൃതിയായിട്ടുള്ള പണിയിലാട്ടോ. അവൾ നിർത്തുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവളെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് പോവാന്നുള്ളത്. ആളിവിടെ വെള്ളത്തിൽ കളിക്കുക തന്നെയാണ്. എൻ്റെ ചെരുപ്പ് കഴുകി തരാമെന്നൊക്കെയാണ് പറച്ചിൽ. പക്ഷെ ആൾക്ക് നല്ല ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുന്നത്. സോ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ ചെരുപ്പ് ഓൾറെഡി കഴുകിയിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് വെച്ചു. എന്തിനാ കൊലായി കഴുകാനാ? അമ്മ കഴുകിക്കോളാലോ. അമ്മ കഴുകടാ. അയ്യോ എൻ്റെ കുട്ടിക്ക് പൊന്തൂല. കപ്പിൽ വെള്ളം കൊണ്ടുപോയിക്കുന്ന. കപ്പിൽ ഓരോ ട്രിപ്പായിട്ട് കൊണ്ടുപോയിക്കോ. പതുക്കെ ഇറങ്ങിട്ടാ, മഴയാണേ. അമ്മ പടിയിൽ വെള്ളം ഒഴിച്ചിരുന്ന് ഒന്ന് കൂടി വെച്ചാൽ മതി, കഴിഞ്ഞു. പടി വൃത്തിയായിന്. വൃത്തിയായി. പൂവ് അമ്മേടെ ചെടി ഇങ്ങനെയാണ് നമ്മൾ കണ്ട്. സാരമില്ല, നമുക്ക് മഴയൊക്കെ മാറിയതിന് ശേഷം റെഡിയാക്കാം കേട്ടോ. ഓക്കെ, വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ വാവേ. ഓൾറെഡി മഴ പെയ്തിട്ട് നല്ല വെള്ളം കിട്ടീനേ കേട്ടോ. ഇനി മതി, പടി കഴുകിയത് മതിയടാ. ആമീന്റെ കുഞ്ഞിച്ചൂല എവിടെ? അടിച്ചു വരാൻ എടുത്തിട്ട് വാ. കപ്പ് ഇവിടെ വെക്കിട്ടാ. ഓക്കെയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒപ്പം കഴുകാം. കപ്പെന്തിനാ കൊണ്ടോളൂ? കപ്പെന്തിനാ കൊണ്ടോളൂ? അങ്ങനെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. മുറ്റമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. അതുപോലെ തന്നെ അവിടെ കിടന്നിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലീനാണ്. ഇനിയാണ് എനിക്ക് എൻ്റെ ചെടിയിലേക്ക് പോകാനുള്ളത്. അതിന് മുന്നേ ആമിക്കുട്ടി കൊട്ടത്തളത്തുനിന്ന് ഇറങ്ങുന്നേ ഇല്ല കേട്ടോ.
ആമി വെള്ളത്തിൽ കളി തന്നെയാണ്. ഞാനിവിടെ വന്നിട്ട് ഈ ചെടീൻ്റെ ബാക്കിലൊക്കെ ഒന്ന് നോക്കുകയാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇതിനകത്തൊരു പുഴു കയറി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറുത്ത കളറിലാണ് ഉള്ളത് സാധനം. ഇങ്ങനത്തെ ഒരു പുഴുവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പൊതുവേ എനിക്ക് പുഴു എന്ന് പറയുമ്പോൾ തന്നെ അറപ്പാണ്. അതിനെ കണ്ടോടത്തുനിന്ന് ഓടുന്ന ഒരാളാണ് ഞാൻ. അത് ഈലിട്ടുകൊണ്ട് തന്നെ ഓടും. പക്ഷേ എനിക്കിതിൻ്റെ ചെടി ആയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. കാരണം അത് കാശ് കൊടുത്തിട്ടാണ് ഈ പോപ്പീസ് ചെടി അത്രയും വാങ്ങിയിട്ടുള്ളത്. സുധി എപ്പോഴും പറയും എൻ്റെ അടുത്ത് കാശ് കൊടുത്ത് ചെടി വാങ്ങരുത് എന്ന്. എപ്പോഴും എനിക്ക് പറ്റുന്നൊരു അബദ്ധം കൂടിയാണിത്. ഇങ്ങനെ വാങ്ങിയിട്ട് പൊന്നു പോലെ നോക്കിയിട്ട് ഈ ചെടികളൊക്കെ പുഴു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് തിന്ന് പോകും. ഇപ്പം ഞാൻ ഇതുമ്മത്തെ ഒരുപാട് പുഴുവിനെയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഇട്ട പോലത്തെ പുഴുക്കളും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ പുഴുക്കളും ഉണ്ട്. എനിക്കത് കാണുമ്പോൾ തന്നെ അറപ്പാവുന്നുണ്ട്. പക്ഷെ അത് അറപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നൊരു സംഭവമല്ലല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊരു പ്രൂണിങ് നടത്തി കൊടുത്തു കേട്ടോ. ഒരുപാട് ചെടിയുടെ കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഐറ്റംസ് അല്ല, ഈ പുഴു തന്നെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണണമെന്ന് പറഞ്ഞില്ല. ഈ പോപ്പി സ്റ്റഡിയൊക്കെ വീട്ടിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ, വീഡിയോ കാണുന്ന ആൾക്കാർ. അപ്പം ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് ഈ പോപ്പീസ് എന്ന് പറയുന്നത്. ഒരുപാട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പോപ്പീസും പത്തുമണിച്ചെടിയൊക്കെ ചൂസ് ചെയ്യുന്നത്. അതാവുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൂത്തോളെന്ന് വെച്ചു. പക്ഷെ എപ്പോഴും ഇങ്ങനെ തന്നെ അവസ്ഥ. ആമിക്കുട്ടി അങ്ങ് മഴ പെയ്തപ്പോൾ വേഗം ഉള്ളിൽ കയറി. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് അരിശം വന്നിട്ട് വയ്യന വേഗം പോയിട്ട് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ എടുത്തു കൊണ്ടുവന്നു. ഇത് വെച്ചിട്ടൊരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാമെന്ന് കസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഉപയോഗിക്കാത്തൊരു ചട്ടിയാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് എന്താ പറയുക, പാത്രം കഴുകുന്ന വിമ്മാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അത് നന്നായി തിളച്ചിട്ട് അതൊരു കുപ്പിയിലേക്ക് ആക്കുന്നുണ്ട്. ഇവിടെ പണ്ടുണ്ടായിരുന്ന ഒരു സ്പ്രേ കുപ്പി കേട്ടോ അതെടുത്തിട്ട് ഞാൻ അതിലേക്ക് ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ അടിച്ചു കൊടുക്കുകയാണ് ചെടികൾക്കൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പ്രൂണിങ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ പ്രൂണിങ് ചെയ്തിട്ട് പോലും ഇപ്പോഴും ഇതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കൾ പിന്നെയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും സുധിയുടെ അതിന് ചീത്ത കേൾക്കുന്നൊരു കാര്യമാണ് ഈ ചെടി ഇങ്ങനെ വാങ്ങുന്നതിന്. എപ്പോഴും എനിക്ക് ഈ ചീത്ത കേട്ടുകൊണ്ടിരിക്കും, ഈ അബദ്ധം പറ്റിക്കൊണ്ടിരിക്കും. കാണുമ്പോൾ ഞാൻ അറിയാതെ വാങ്ങിപ്പോകുന്നതാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ പിന്നെ ഈ ചട്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ മേത്തേക്ക് ഡയറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് പോലും അവർക്കൊരു കുലുക്കമില്ല. അവരവിടെ നിന്ന് വേഗം അഴിഞ്ഞിട്ട് മാറി പോവുക ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ പുഴുവിനെ കണ്ടാൽ മേലൊക്കെ വണ്ണം വയ്ക്കുന്ന പോലെയാണ്. ഒരു എന്താ പറയുക, ബാഡ് സെൻസേഷനാണ്. പെട്ടെന്ന് തന്നെ പണി തീർത്തിട്ട് പോയി കുളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിലടക്കം ഇതിൻ്റെ മുട്ട ഇരിക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഇത് മണ്ണിൽ നിന്നാണോ അതോ നനവ് തട്ടിയപ്പോൾ വന്നതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് കുറേ ഇങ്ങനെ അടിച്ചപ്പോൾ അത് അവിടെ നിന്ന് ഇറങ്ങിങ്ങാണ്ട് ചട്ടിയുടെ ഉള്ളിലേക്ക് കയറുക ചെയ്തത്. പിന്നെ എനിക്ക് പറഞ്ഞോട്ടെ ക്ഷമ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ വേഗം ഈർക്കിളിട്ട് തട്ടിയിട്ട് കാലിട്ട് കുറേ എണ്ണത്തിനൊക്കെ വന്നു. അതായത് ചെരുപ്പിട്ട കാല് വെച്ചിട്ട് അരച്ചിട്ട് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എല്ലാ ചെടികൾക്കും ഈ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായിരിക്കും എന്നറിയില്ല. ഇത് ഏറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ വാങ്ങി അടിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ പോപ്പീസ് എന്നൊരു സ്വപ്നം തന്നെ ഒഴിവാക്കേണ്ടി വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോപ്പീസ്. അതായത് 10ഓളം വെറൈറ്റി ഫ്ലവേഴ്സ് വരുന്ന പോപ്പീസ് ഞാൻ വാങ്ങിയത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി മന്തിലൊക്കെ കുറച്ച് തണുപ്പുള്ള സീസൺ ആയത് കാരണം ആ സമയത്ത് ഇത് വേഗം പിടിച്ച് കിട്ടുന്നുണ്ടായി. അതായത് പോപ്പീസിന് തണുപ്പാണല്ലോ വേണ്ടത്. അങ്ങനെ ആ സമയത്ത് വാങ്ങി 10ഓളം കളർ, വെള്ള, ചുവപ്പ്, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള എല്ലാം കൂടിയാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ വയനാട്ടിൽ ടീമിൻ്റെ കയ്യിൽ നിന്നാട്ടോ വാങ്ങിയത്. അവർ ഈ ഫേസ്ബുക്കിൽ ഗാർഡനിങ്ങിൻ്റെ ഒരു ഇത് ചെയ്തിട്ട് അവരെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അവരത് എനിക്ക് അയച്ചു തന്നപ്പോൾ തന്നെ കുറച്ച് ചീഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് അവിടെ നിന്ന് അത് റെഡിയാക്കി എടുത്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതാണ് അവസ്ഥ. എല്ലായിടത്തും ഈ ഒരു പുഴു. എനിക്കിതിനെ കാണുമ്പോൾ അട്ടയെ പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഇത് പുഴുവാണ്. അതിൻ്റെ ചെറിയ മക്കളെയും അതിൻ്റെ മീഡിയം മക്കളെയൊക്കെ ഞാൻ കണ്ടു ഇതിനകത്ത്. അപ്പം ഞാനിതിനൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ചാവുകയാണെങ്കിൽ ചത്തോട്ടേന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ചെരുപ്പിട്ട് കുറേ ചവിട്ടുന്നുമുണ്ട്. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തന്നെയായിരിക്കും എൻ്റെ മൈൻഡിൽ ഈ പുഴുവിനെ
ഇങ്ങനെ കണ്ടത്. പിന്നെ ഞാൻ കുറേ പ്ലാന്റ്സ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ സൈഡിലേക്ക് മാറ്റിയിട്ടോ. ഞാൻ ആദ്യം വെച്ചിരുന്ന ഭാഗത്തുനിന്ന് കുറേ ഒഴിവാക്കിയിരുന്നു. അതായത് ഇതുവരെ ഒന്നും പറ്റാത്തവറ്റങ്ങളൊക്കെ എടുത്തെങ്ങാണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അവർക്കും കൂടി പ്രശ്നം വരണ്ട വെച്ചിട്ട്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കുറച്ച് കൊമ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പിന്നെ ഇങ്ങനെ എന്താ പറയുക മാറ്റി നടില്ലേ, അതിനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പ്രൊപ്പഗേഷനും വേണ്ടിയിട്ട്. ഇതിനേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വല്ല പ്രാണികളോ അല്ലെങ്കിൽ അതിൻ്റെ മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതായിക്കോട്ടെ എന്ന് വെച്ചാൽ എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടാന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യുകയാണ്. ഇനി ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനൊരാളെയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇലയുടെ മറവിൽ നിൽക്കുകയാണ്. ഇവരൊക്കെയാണ് നമ്മളെ ചെടി തിന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെടി കേടെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ശരിയാണ്, എല്ലാവരും ഭൂമിയുടെ അവകാശികളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ സഹിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.